വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളൊരു സുഖമായിരിക്കുന്നു. ഞാൻ 2-3 ദിവസമായില്ലേ നമ്മുടെ കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ട് കുറച്ച് തിരക്കിൽ വിട്ടുപോയി. അവരുടെ എക്സാം ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് ഒരു കട്ട്ലേറ്റ്. ഞാൻ ഒരുപാട് തരം കട്ട്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റൈലിൽ ബീറ്റ്റൂട്ട് വെച്ചിട്ടുള്ള കട്ട്ലേറ്റ്. അപ്പോൾ പിന്നെ മാത്രമല്ല ഇന്നത്തെ കട്ട്ലേറ്റിന്റെ വീഡിയോയിൽ ഞാൻ കട്ട്ലേറ്റ് എങ്ങനെ പൊട്ടാതെ ഉണ്ടാക്കാന്നുള്ള ഒരു ടിപ്പും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമായിട്ടുണ്ടായിരുന്ന ഡയമണ്ട് കട്ട്സ് ഒരുപാട് പേര് കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഡയമണ്ട് കട്ട്സ് കാണാന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും റിക്വസ്റ്റ് വരുന്നുണ്ട്. എനിക്ക് അറിയില്ല അതെന്താ അങ്ങനെയെന്ന്. അപ്പോൾ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കാണാനും ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. ഇവിടെ ജാൻചേട്ടനെ ഞാൻ ഓഫീസിലേക്ക് കൊടുത്തു വിട്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ സംഭവം സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് കട്ട്ലേറ്റ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിനേക്കാൾ മുൻപ് തന്നെ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോ വേവിച്ച് വെക്കണം. ഞാനിവിടെ 2 വലിയ പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഓരോ പൊട്ടറ്റോന് 2ആയിട്ട് മുറിച്ചു. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലടിച്ചു. എന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആണത്. അതുപോലെ തന്നെ ഈ കട്ട്ലേറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എന്ത്? ബീറ്റ്റൂട്ട്. ഒരു വലിയ ബീറ്റ്റൂട്ട് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഞാൻ കുറച്ച് ക്യാരറ്റും ബീൻസും എടുത്തിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ കുട്ടികൾക്ക് കുറച്ച് പച്ചക്കറി എങ്ങനെയെങ്കിലും അകത്ത് ചെല്ലട്ടെന്ന് വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും, കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് മാറും. അപ്പോൾ ഞാൻ ക്യാരറ്റ് പെട്ടെന്ന് വേവുന്ന ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. ബീൻസും പക്ഷേ ബീറ്റ്റൂട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്താണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇത് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും ക്യാരറ്റും ബീൻസും ആണ്. നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഓവനിൽ വെച്ചാണ് വേവിച്ചിരിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു കടായി എടുക്കുക. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഒരു ചെറിയ സവാള വളരെ നൈസാക്കി എരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒരുപാട് സവാള വേണ്ട കേട്ടോ. ഒരു വലിയ സവാള ആണെങ്കിൽ അതിൻ്റെ പകുതി മതിയാകും. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് വളരെ നൈസാക്കി എരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വേണം നമുക്കിത് വഴറ്റിയെടുക്കാൻ. ബ്രൗൺ കളർ ആവാൻ നിൽക്കേണ്ട. വളരെ ലൈറ്റായിട്ട് ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി. അതായത് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി നമ്മുടെ സവാള. അതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ നൈസാക്കിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്താലും മതിയാകും. ഓക്കെ, അപ്പോൾ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 2 വെളുത്തുള്ളി എടുക്കുക. ഇഞ്ചി ആണെങ്കിൽ ഒരു ചെറിയ ഇഞ്ചി വളരെ നൈസാക്കി അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം അത് നന്നായിട്ടങ്ങ് വാടി വരട്ടെ. കുറേ നാളുകളായിട്ട് എന്നോട് ഒരുപാട് പേര് ഞാൻ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റൈൽ മസാല ദോശ ഇട്ടതിന് ശേഷം പിന്നെ എനിക്ക് വരുന്ന റിക്വസ്റ്റുകൾ ഒന്നാണ് ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റൈൽ കട്ട്ലേറ്റ്. അപ്പോൾ ചെയ്യണം എന്ന് വിചാരിക്കും. പിന്നെ അതങ്ങ് മനസ്സിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ എന്തായാലും ക്രിസ്മസ് അല്ലേ, അപ്പോൾ അതിന് മുൻപായിട്ടൊരു കട്ട്ലേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഈ കട്ട്ലേറ്റ് ആവാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ. നോൺ വെജിറ്റേറിയൻ അല്ലല്ലോ. വെജിറ്റേറിയൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സവാളയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും പച്ചമണം മാറിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരം ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവാള ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഇടണ്ട കേട്ടോ. സവാള ഒന്നാമത് വില കൂടുതലാണ് ഇപ്പോൾ. പിന്നെ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പ്രത്യേകിച്ചും സവാള കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളെന്ന് പറയുമ്പോൾ ഒരു അല്പം മാത്രം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, നല്ല മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്, കാശ്മീരി അല്ല. ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല. ഇത്ര പൊടികൾ മാത്രം നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പച്ചമുളക് ഉണ്ട് എരിവിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മുളക് പൊടി കുറച്ച് മതി. എന്നിട്ട് ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പച്ചമണം മാറുന്നത് വരെ അങ്ങ് വഴറ്റി കൊടുക്കാം. സിമ്പിളാണിത്. കട്ട്ലേറ്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി കഴിയും. പക്ഷേ പലർക്കും കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പേടിയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. എനിവേ, അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. ഒരു 2 മിനിറ്റോളം ചെറിയ തീയിലൊന്ന് വഴറ്റി കൊടുക്കാം. ഈ മസാലയുടെ പച്ചമുളക് മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ബീൻസ് ഇട്ട് കൊടുക്കുക. ഇതിൽ ഞാൻ അല്പം ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിടാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാരറ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാറ്റം വരുത്തുക. ഞാനൊരു ദിവസം ഉണ്ടാക്കിയപ്പോൾ ബീറ്റ്റൂട്ടും പീസസ് ആയിട്ട് അങ്ങ് വേവിച്ചു. പക്ഷേ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും ഗ്രേറ്റ് ചെയ്തിടാൻ തുടങ്ങി. ഇവിടെ നന്ദു ബീറ്റ്റൂട്ട് തോരനൊന്നും വെച്ചാൽ കഴിക്കില്ല. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ബീറ്റ്റൂട്ട് ഇതേപോലെ കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുത്താൽ അവൻ കഴിച്ചോളും. അപ്പോൾ ഞാനിത് ചേർത്തിട്ട് ഒരു 2 മിനിറ്റോളം നന്നായി വാട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് നന്നായി യോജിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫ്രോസൺ ഗ്രീൻ പീസോ അല്ലെങ്കിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഗ്രീൻ പീസ് ചേർത്തിട്ടില്ല എന്ന് മാത്രം.
എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ നൈബർ പ്രവീൺ കൊണ്ടുവന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള അവരുടെ തോട്ടത്തിലുണ്ടായ മല്ലിയിലയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പില കേട്ടോ. ഇനി നന്നായിട്ട് ഇതിൻ്റെ വെള്ളം വറ്റിക്കണം. നമുക്ക് നല്ല എന്താ പറയുക, നല്ല ഡ്രൈ ആക്കി എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. പിന്നെ ഞാനൊരു കാര്യം ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ കേട്ടോ. ഉപ്പ് പോരാ. ബീറ്റ്റൂട്ട് വെച്ചുണ്ടാക്കുന്ന ഈ കട്ട്ലേറ്റിന് ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും. ആ ബീറ്റ്റൂട്ടിന് ചെറിയൊരു സ്വീറ്റ്നെസ് ആണല്ലോ. അപ്പോൾ അത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ മാത്രമല്ല ഈ പൊട്ടറ്റോനും കൂടെ ബീറ്റ്റൂട്ടിൻ്റെ കളറങ്ങ് വരും കുറച്ച് കഴിയുമ്പോൾ, എല്ലാം കൂടി മിക്സ് ആകുമ്പോൾ. കുറേ പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോണമെന്നൊക്കെ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ സാധാരണ രീതിയിൽ പൊട്ടിപ്പോകാറില്ല. പക്ഷേ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനങ്ങനെ ഇതേപോലെ ഈ റെസിപ്പി ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഒരു ബ്ലോഗിൽ ഞാൻ എത്തിപ്പെട്ടു. അതായത് പണ്ട് ഞാൻ ബ്ലോഗ് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് എനിക്ക് അറിയാവുന്നൊരു ചേച്ചിയാണ് ബീന സ്റ്റെഫി. അപ്പോൾ ചേച്ചിയുടെ ബ്ലോഗിൽ നോക്കിയപ്പോൾ ചേച്ചി ഒരു ടിപ്പ് അതിൽ പറയുന്നത് കണ്ടായിരുന്നു. നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനമാകുമ്പോൾ ഒരു ടേബിൾ സ്പൂണോ നിങ്ങൾ താല്പര്യത്തിനനുസരിച്ച് മൈദ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊട്ടിപ്പോയില്ല. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. മൈദ ഉപയോഗിക്കുക അല്ലെങ്കിൽ ആട്ട ഉപയോഗിക്കുക, അതായത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചാലും മതി കേട്ടോ. അതായത് ഇത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി. സാധാരണ രീതിയിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ട് പൊട്ടിപ്പോകാത്തവർക്ക് കുഴപ്പമില്ല. എപ്പോഴും പൊട്ടിപ്പോകുന്നവർ ഈ ഒരു ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ ബീന ചേച്ചി ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ആ ടിപ്പ് എനിക്ക് പറഞ്ഞു തന്നതിന്, എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോഗ് വഴി പറഞ്ഞു തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ വെള്ളം വറ്റട്ടെ. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ആട്ടപ്പൊടി, അതായത് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. മൈദ ചേർത്താലും കുഴപ്പമില്ല. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ തന്നെ നല്ല, അല്ലെങ്കിൽ കോൺഫ്ലോർ ചേർത്താലും മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കോൺഫ്ലോർ ഞാൻ ഇതുവരെ ചേർത്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ നമുക്ക് ആട്ട ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നന്നായിട്ട് കുറച്ചും കൂടെ നേരെ ഇതിലിട്ടതിന് ശേഷം മിക്സ് ചെയ്ത് എടുക്കാം. ഞാൻ ഫൈനലി ഒരു അല്പം കൂടെ ഗരം മസാല ചേർത്ത് കൊടുക്കാൻ പോവുകയാണേ. ഒരു കട്ട്ലേറ്റിൻ്റെ ഒരു വാസന എന്ന് പറഞ്ഞ ഒരു ഗരം മസാലയുടെ വാസന, അത് വിചാരിച്ചിട്ട് ഓവറായിട്ട് ഇടാൻ പാടില്ല. പിന്നെ നിങ്ങൾ ക്രിസ്മസിന് സെലിബ്രേഷനൊക്കെ വരുന്നേക്കാളും മുൻപായിട്ട് തന്നെ കട്ട്ലേറ്റൊക്കെ റെഡിയാക്കി ഫ്രീസറിലെടുത്ത് വെച്ചാൽ മതി. ആവശ്യ നേരത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഞാൻ കട്ട്ലേറ്റിൻ്റെ വീഡിയോസിൽ പലതിലും കാണിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ചിക്കൻ കട്ട്ലേറ്റിൻ്റെയും വെജിറ്റബിൾ കട്ട്ലേറ്റിൻ്റെയും ലിങ്ക് ഞാൻ താഴെ തരാം. നിങ്ങളതൊന്ന് റെഫർ ചെയ്താൽ മതിയാവും. ഓക്കെ, നമ്മുടെ കട്ട്ലേറ്റിൻ്റെ കൂട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഉരുണ്ട് വരും. ഒന്നും നമ്മുടെ പാത്രത്തിൽ പറ്റിപ്പിടിക്കാണ്ട് ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പോഴിങ്ങനെ വരും. അതാണ് അതിൻ്റെ പരുവെന്ന് പറയുന്നത്. ഈ സമയത്ത് നമുക്കങ്ങ് ഓഫ് ചെയ്യാം. ഇത് തണുക്കാൻ അനുവദിക്കുക. തണുത്തതിന് ശേഷം നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് കട്ട്ലേറ്റായിട്ട് വറുത്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് തണുക്കട്ടെ കേട്ടോ. കട്ട്ലേറ്റിൻ്റെ കൂട്ട് നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കൈ ജസ്റ്റ് ഒന്ന് വെറ്റാക്കിയതിന് ശേഷം ഉരുട്ടിയെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ്, ഓവൽ ഷേപ്പിലാക്കാം അല്ലെങ്കിൽ റൗണ്ടിലാക്കാം. എന്താണ് താല്പര്യം അതനുസരിച്ച് ചെയ്തോളൂ. വലുതാക്കി ഉണ്ടാക്കാം, ചെറുതാക്കി ഉണ്ടാക്കാം. വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ബ്രെഡ് ക്രംസ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുക്കുക. അത് ഏത് വൈറ്റ് ബ്രെഡ് ആണെങ്കിലും കുഴപ്പമില്ല, ബ്രൗൺ ബ്രെഡ് ആണെങ്കിലും കുഴപ്പമില്ല. ഏത് ബ്രെഡാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് എടുക്കുക. അത് മിക്സിയുടെ വലിയ ജാറിൽ ചെറുതായിട്ടങ്ങ് മുറിച്ചിട്ട് കൊടുക്കുക. അത് ജാറിലൊട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതിനുശേഷം നന്നായിട്ട് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഒരു കടായിൽ ഈ പൊടിച്ച ബ്രെഡ് ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റോളം നല്ല ക്രിസ്പി ആവുന്നവരെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് ഓവനിൽ വെച്ചിട്ടാണ് 2 മിനിറ്റ് ഹൈ പവറിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അപ്പോഴേക്കിനും ഇത് കണ്ടല്ലേ, നല്ല പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബ്രെഡ് ക്രംസ് പോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്രെഡ് ക്രംസ് ഇല്ലയെന്ന് വെച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കാൻ പാടില്ല. ബ്രെഡ് നമ്മളിൽ ഉണ്ടാവുമല്ലോ, ബ്രെഡ് ഇല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള റെസിപ്പി ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത്, ഇത് വെജിറ്റേറിയൻ റെസിപ്പി ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഗോതമ്പ് പൊടിയിൽ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിൽ മൈദ എടുത്തിട്ട് മൈദയിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ എടുക്കുക, കുറച്ച് വെള്ളം ഒഴിച്ച് ഇതേപോലെ മിക്സ് ചെയ്ത് വെക്കുക. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ടയുടെ വെള്ളം മാത്രം 2 മുട്ടയുടെ വെള്ളം എടുക്കുക, അത് ബീറ്റ് ചെയ്തിട്ട് എടുത്ത് വെക്കാം. എന്താണ് സൗകര്യം അത് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെറിയ ഉരുളകളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങ് ഉരുട്ടി വെക്കണം. അപ്പം കൈ ഒന്ന് നനയ്ക്കുക. ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കൈ നനയ്ക്കാൻ പറയുന്നത്. ഇത്ര ഒരു വലിപ്പം, മീഡിയം വലിപ്പമാണ് ചെയ്യുന്നത്. അത് എന്നിട്ട് ഒന്ന് കയ്യിൽ വെച്ചിട്ട്, ഞാനിപ്പോൾ സാധാരണ രീതിയിൽ ഈ ഷേപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ആട്ടയിലോട്ടങ്ങ് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബ്രെഡിലോട്ട് ഒന്ന്
റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് മുകളിൽ ഇങ്ങ് കോട്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളതിൽ ബ്രെഡ് ഇല്ലെങ്കിലും അത് ഈ വെറുതെ നമ്മുടെ മൈദ ആട്ടയിൽ ഇതിലോട്ട് മുക്കിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ പാറ്റീസും റെഡിയാക്കിയതിന് ശേഷം എടുത്ത് വെക്കാം. എല്ലാം ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാം, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചതിന് ശേഷം ആവശ്യമുള്ള സമയത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു സോസ് പാൻ വെക്കുക. അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഓയിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ. വറക്കാൻ ചൂടാവട്ടെ. മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കട്ട്ലേറ്റ് വെച്ച് കൊടുക്കണം. ഒരുപാട് അങ്ങ് ചൂടാവാൻ പാടില്ല. ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, പുക വരുന്ന പോലെ ചൂടായി കഴിഞ്ഞാൽ കട്ട്ലേറ്റ് പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചൂട് കുറവായിട്ടുണ്ടെങ്കിലും കട്ട്ലേറ്റ് ഒരുപാട് എണ്ണ അങ്ങ് വലിച്ചെടുക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇത് വറക്കുമ്പോൾ ചൂട് മീഡിയം ആയിരിക്കും, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ മീഡിയം ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കട്ട്ലേറ്റ് വെച്ച് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കണം, ഒരുപാട് അങ്ങ് ക്രൗഡഡ് ആയിട്ട് ഇടാൻ പാടില്ലേ. ഒരു 3-4 എണ്ണ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ തിരിച്ചിടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ഫ്ലാറ്റ് ആക്കാൻ പാടില്ല. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒരുപാട് ഫ്ലാറ്റ് ആക്കി കഴിഞ്ഞാൽ കട്ട്ലേറ്റ് നന്നായിട്ട് വരില്ല. ഇച്ചിരി അത്യാവശ്യം ഒരു ഗുണ്ടുമണി ആയിരിക്കണം കട്ട്ലേറ്റ്. അപ്പോൾ ഞാനിവിടെ അറ്റ് എ ടൈം 5 എണ്ണ ഉണ്ടാക്കുന്നുള്ളൂ. ഓക്കെ, അത് റെഡി ആയതിനു ശേഷം നമുക്ക് അടുത്തത് റെഡിയാക്കാം. ഒരു സൈഡ് 2 മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് അങ്ങ് ഫ്രൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് തിരിച്ചിടാം. അപ്പോൾ നമുക്കിനി തിരിച്ചിടാം. കുറച്ചും കൂടി ഗോൾഡ് കളർ ആവണം കേട്ടോ. നമുക്ക് ഒന്നും കൂടെ തിരിച്ചിടാനുണ്ട്. ആദ്യത്തെ പ്രാവശ്യം തിരിച്ചിടുമ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ടോളൂ. പിന്നെ നമുക്ക് ഒന്ന് മൊരിച്ചെടുക്കാം. പിന്നെ നമുക്ക് കിട്ടുന്ന ബീട്രൂട്ട് അനുസരിച്ച് ഇതിൽ കളറിൽ മാറ്റം വരും കേട്ടോ. എനിക്ക് ഇന്ന് പ്രാവശ്യം കിട്ടിയ ബീട്രൂട്ട് അത്ര വലിയ ഗുണമുള്ള ബീട്രൂട്ട് അല്ല. എനിക്ക് സാധാരണ കിട്ടുന്ന ബീട്രൂട്ടിൻ്റെ അത്ര കളറില്ല ഇതിന്. നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ഒരുപാട് നേരം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറുത്ത പോലെയാവും. അപ്പോൾ ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് വരും. അപ്പോൾ നല്ല മൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയത്ത് ഈ ഒരു നല്ലൊരു ഗോൾഡൻ കളർ വരുന്ന സമയത്ത് നമുക്കിങ്ങ് കോരി മാറ്റി വെക്കാം. ഒരു കിച്ചൺ ടിഷ്യൂലോട്ട് നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ എല്ലാ ബാക്കിയുള്ള കട്ട്ലേറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് അപ്പം ഉണ്ടാക്കാം, അതല്ലെങ്കിൽ നേരത്തെ ഉണ്ടാക്കി വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്തോളൂ. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കി ഈവനിങ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചാൽ മതി. സാധാരണ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. സമയം 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീസറിലാണ് സൂക്ഷിച്ച് വെക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള കട്ട്ലേറ്റും ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണേ. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ തന്നെ കഴിക്കാം. അതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും ആവശ്യമില്ല. പിന്നെ എനിക്ക് കിട്ടിയപ്പോൾ നമ്മുടെ ബീട്രൂട്ട് വലിയ ഗുണമുണ്ടായിരുന്നില്ല കേട്ടോ. ബീട്രൂട്ട് എന്നെ ചതിച്ചു. അതുകൊണ്ട് ഉള്ളിൽ വലിയ കളറില്ല. അതൊരു സങ്കടമുണ്ട്. പിന്നെ രണ്ടാമത് എനിക്ക് ഉണ്ടാക്കാനുള്ള സമയമില്ല. കാരണം ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുക്കല്ലേ. അപ്പോൾ ഇനി വീഡിയോ എടുക്കാനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഈ കട്ട്ലേറ്റിൻ്റെ കളറ്. പക്ഷേ ടേസ്റ്റ് സൂപ്പറാണ്, അതിനൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഞാനൊരു പീസ് കഴിക്കട്ടെ. ഇതിൽ നിന്ന് എടുത്ത് കഴിക്കാം. ടേസ്റ്റ് ഇന്ത്യൻ കോഫി ഹൗസ് തന്നെയാണ് കേട്ടോ, അതിന് സംശയമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കിയതിന് ശേഷം എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.